DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PM കിസാൻ സമ്മാൻ നിധിയുടെ ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. PM കിസാൻ 22ാം ഗഡു അക്കൗണ്ടുകളിലേക്ക് എത്താൻ പോവുകയാണ്. അതോടൊപ്പം കിസാൻ നിധി വെബ്സൈറ്റിൽ 5ഓളം മാറ്റങ്ങളും എത്തിയിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ആനുകൂല്യങ്ങൾ തടസ്സപ്പെട്ടേക്കാം. അതിനാൽ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. രാജ്യത്തെ കർഷകരെ സാമ്പത്തികമായി സഹായിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് PM കിസാൻ സമ്മാൻ നിധി. നിലവിൽ പദ്ധതിയിലൂടെ 21 ഗഡുക്കളാണ് വിതരണം ചെയ്തിരിക്കുന്നത്. 22ാം ഗഡു വിതരണത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഗുണഭോക്താക്കൾ. ഇപ്പോഴിതാ PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാം ഗഡു വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ്. 22ാം ഗഡുവിൻ്റെ 3ാം മാസത്തിലേക്ക് കടന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഫെബ്രുവരി മാസത്തിൽ തന്നെ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് 2000 രൂപ എത്തുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. തുക വിതരണത്തിന് മുന്നോടിയായി ഔദ്യോഗിക വെബ്സൈറ്റിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. കൂടുതൽ കർഷകർക്ക് ആനുകൂല്യം തടസ്സമില്ലാതെ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ 5 പുതിയ ഓപ്ഷനുകളാണ് PM കിസാൻ വെബ്സൈറ്റിൽ പുതുതായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പല കർഷകർക്കും വിവിധ കാരണങ്ങളാൽ മുൻപ് തുക മുടങ്ങിയിരുന്നു. ഇത്തരം സാങ്കേതിക പ്രശ്നങ്ങളും രേഖകളിലെ പൊരുത്തക്കേടുകളും പരിഹരിക്കാൻ സഹായിക്കുന്ന രീതിയിലാണ് പുതിയ വെബ്സൈറ്റ് സംവിധാനം ക്രമീകരിച്ചിരിക്കുന്നത്. കർഷകർക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു മാറ്റം മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനുള്ള സൗകര്യമാണ്. മുൻപ് നൽകിയ മൊബൈൽ നമ്പർ നഷ്ടപ്പെടുകയോ മാറ്റേണ്ടി വരികയോ ചെയ്തവർക്ക് ഇനി വെബ്സൈറ്റ് വഴി തന്നെ പുതിയ നമ്പർ വളരെ എളുപ്പത്തിൽ ചേർക്കാൻ സാധിക്കും. ഇത് OTP ലഭിക്കുന്നതിനും ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയുന്നതിനും കർഷകരെ സഹായിക്കും. നിലവിൽ പദ്ധതിയിൽ നിന്ന് ആനുകൂല്യം വാങ്ങുന്നവർക്ക് അത് സ്വമേധയാ വേണ്ടെന്ന് വെക്കാനുള്ള സറണ്ടർ ഓപ്ഷനും വെബ്സൈറ്റിൽ കുറച്ചുകൂടി ലളിതമാക്കിയിട്ടുണ്ട്. ആദായനികുതി അടക്കുന്നവരോ അല്ലെങ്കിൽ പദ്ധതിക്ക് അനർഹരായവരോ ആയ കർഷകർക്ക് ഭാവിയിലെ നിയമ നടപടികൾ ഒഴിവാക്കാൻ ഈ സംവിധാനം ഉപയോഗിക്കാം. താൽക്കാലികമായി നിർത്തിവച്ചിരുന്ന EKYC നടപടികൾ വെബ്സൈറ്റിൽ ഇപ്പോൾ സജീവമായിട്ടുണ്ട്. 21ാം ഗഡു ലഭിക്കാത്തവർക്കും പുതിയ ഗഡുവിനായി കാത്തിരിക്കുന്നവർക്കും ബയോമെട്രിക് വഴിയോ ഐറിസ് സ്കാൻ വഴിയോ EKYC പൂർത്തിയാക്കാവുന്നതാണ്. അനർഹരെ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി ചിലർക്ക് ReKYC ചെയ്യാനുള്ള നിർദ്ദേശമൊക്കെ വന്നിട്ടുണ്ട്. അത്തരത്തിൽ ReKYC നിർദ്ദേശം വന്നവർ അത് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക. അനർഹരെ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി സർക്കാർ കർശന പരിശോധനകൾ നടത്തിവരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചിലർക്ക് വീണ്ടും EKYC ചെയ്യണമെന്ന നിർദ്ദേശം വന്നിട്ടുണ്ട്. അത്തരക്കാർ ഈ ReKYC പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക. ഓൺലൈൻ റീഫണ്ട് ഓപ്ഷൻ, കോൺടാക്ട് പോയിന്റ് പരിശോധന, സറണ്ടർ ചെയ്തതിൻ്റെ സ്റ്റാറ്റസ് പരിശോധിക്കാനുള്ള സൗകര്യം എന്നിവയാണ് വെബ്സൈറ്റിൽ വന്ന മറ്റ് പ്രധാന മാറ്റങ്ങൾ. രേഖകളിലെ ചെറിയ പിശകുകൾ കാരണം തുക മുടങ്ങിയവർക്ക് ഈ ഓപ്ഷനുകൾ ഉപയോഗിച്ച് വിവരങ്ങൾ തിരുത്താനും അടുത്ത ഗഡു ഉറപ്പാക്കാനും സാധിക്കും. ഫെബ്രുവരി മാസത്തിൽ 22ാം ഗഡു കർഷകർക്ക് ലഭിക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ എത്തുന്നത്. അതിനാൽ എല്ലാ ഗുണഭോക്താക്കളും PM കിസാൻ വെബ്സൈറ്റിൽ തങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കുകയും എന്തെങ്കിലും അപ്ഡേഷനുകളൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അത് എത്രയും വേഗം പൂർത്തിയാക്കുകയും ചെയ്യേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.